തമ്മിൽ കാണാതെ ഇന്നേക്ക് കുറച്ചധികം ഡേയ്സ് ആയിട്ടുണ്ടല്ലേ. ഞാൻ ഷോർട്സ് ഒക്കെ ഇടാറുണ്ട്, പക്ഷെ വീഡിയോ വ്ളോഗിങ് ചെയ്യാതെ കുറച്ച് ഡേയ്സായി. അപ്പം ഈ ഡേയ്സിൽ എന്തായിരുന്നെങ്കിൽ ഈ 2-3-4 ഡേയ്സ് നമുക്ക് നാഷണൽ ഡേൻ്റെ കേസിൽ കുറച്ച് ആക്ടിവിറ്റീസും കുറച്ച് ലീവ്സൊക്കെ ഉണ്ടായതുകൊണ്ട് ഡെയിലി ഏതെങ്കിലുമായിട്ട് പുറത്ത് പോകുന്നതും ഔട്ട്ഡോർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ ആ വീഡിയോൻ്റെ പ്രോബ്ലം എന്തെന്ന് പറഞ്ഞാൽ അതിലൊന്നും പ്രോപ്പറായിട്ടുള്ള ഇൻട്രോവും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പുറത്ത് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഇറങ്ങി ചാടി പോകുന്നതല്ലാതെ ആ ടൈമിൽ ഇന്ന് നമ്മളിവിടെ പോവുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള ഇൻട്രോ ഒന്നും ഇടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. സോ അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ എല്ലാ വീഡിയോസും ഈ 2-3 ഡേയ്സിലുള്ള ആക്ടിവിറ്റീസിൻ്റെ എല്ലാ വീഡിയോസും ഇൻക്ലൂഡ് ആക്കിയിട്ട് ഒരു വലിയ വീഡിയോ ആയിട്ടാണ് ഇടാൻ പ്ലാൻ ആക്കുന്നത്. അപ്പം ഇന്നത്തെ ഡേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ നല്ല വിശപ്പിലാണ് ഇരുന്നിട്ടുള്ളത്. ഇത് രാവിലെ എണിച്ചിട്ടായിട്ട് ഒരു ഗ്രീൻ ടീയും കുറച്ച് ഓട്സും മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അതിനുശേഷം ചോറ് കഴിക്കാമെന്ന് വെച്ചിട്ടായിട്ട് ചോറ് ഉണ്ടാക്കുമ്പോഴേക്കാണ് എനിക്ക് ഏർജൻ്റായിട്ട് പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ചോറ് സ്കിപ്പാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സ്കിപ്പാക്കിയിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾക്ക് നല്ല വിശക്കാൻ തുടങ്ങി. ഞാൻ അങ്ങനെ സ്കിപ്പാക്കിയൊന്നും നടക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ എൻ്റെ പോർഷൻ ഞാനിപ്പോൾ കഴിക്കാച്ചു. നമ്മൾ കുറച്ചൊരു 100 ഗ്രാംസ് ചോറ് മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫിഷ് ഇപ്പോൾ ഫ്രൈ ആക്കാനുണ്ട്. ആൻഡ് പച്ചക്കറി പിന്നെ എഗ്സ് അതൊക്കെ നമ്മൾ ഗ്രോസറീസൊക്കെ കംപ്ലീറ്റ് തീർന്നിട്ടാണുള്ളത്. ഗ്രോസറി ഷോപ്പിംഗ് ബാക്കി ഉണ്ടായിന് ഇന്ന്. അപ്പോൾ കാണുന്ന എനിക്ക് അർജൻറ്റ് ആയിട്ടുള്ള കാര്യമുള്ളത് പറഞ്ഞതുകൊണ്ട് പോയത്. സോ വന്നതിന് ശേഷം നമുക്കിപ്പോൾ ഇനി ഗ്രോസറി ഷോപ്പിംഗ് ബാക്കിയുണ്ട്. ഫിഷും ചിക്കനെല്ലാം ഏകദേശം ഒരു പ്ലാൻ നമുക്കൊരു 180-ൽ ഒരു 20 മിനിറ്റ്സ് വെച്ചിട്ട് സെറ്റാക്കാം. നമുക്ക് ഫിഷ് വെച്ച് കൊടുക്കാം. ഞാൻ ആക്ച്വലി ഇത് എയർ ഫ്രയർ വെച്ചെങ്കിൽ കുറച്ച് ഡാമേജ് ആയിട്ട് ഷിഫ്റ്റിങ്ങിൻ്റെ എല്ലാ ഇടയിൽ ഡാമേജ് ആയിട്ട് ശരിയാക്കാതെ വെച്ചിട്ടുണ്ടായതായിരുന്നു. അപ്പോൾ ഇപ്പം എഗെയിൻ ശരിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചൊരു ഒലിവ് ഓയിൽ കൂടി ഇതിലിടാം. ആൻഡ് ഫ്രൈ ആക്കാനിടാം. ഞാൻ ആക്ച്വലി ഫുൾ ഫിഷ് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിന് ഇന്ത്യയും കൂടി ഉള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒന്നിച്ച് കഴിക്കുന്നതെന്ന് വിചാരിച്ചിട്ട്. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് പോയത്. സോ അതുകൊണ്ട് ഇപ്പം ഞാൻ എൻ്റെ ഒരു പീസ് മാത്രം മാരിനേറ്റ് ആക്കി വെക്കുന്നത്. ബാക്കി നമുക്ക് നൈറ്റ് യൂസ് ആക്കാം. അപ്പം ഇപ്പം മാരിനേറ്റ് ആക്കിയിട്ട് വെക്കാം കുറച്ച് കഴിയുമ്പോൾ അത് ക്ലീൻ ആക്കിയിട്ട്. ഇപ്പം വിശപ്പിൻ്റെ വിളി വന്നുകൊണ്ട് തന്നെ എല്ലാം കൂടി ക്ലീൻ ആക്കാനും മാരിനേറ്റ് ആക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഒന്ന് മാത്രം ഞാൻ മാരിനേറ്റ് ആക്കി. താങ്ക് ഗോഡ്. അതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് നോക്കിക്കൊണ്ടാണ് അറിഞ്ഞത്. എനിക്ക് മട്ട റൈസ് എപ്പോൾ അങ്ങനെയാണ്. ബീഫിനെക്കാട്ടിലും വിസിൽ വേണം കുക്കറിൽ. എനിക്ക് ഒരു 15 വിസിലെല്ലാം വന്നെങ്കിലേ മട്ട റൈസ് എനിക്ക് വേലുള്ളൂ. നോർമലി വൈറ്റ് റൈസ് കഴിക്കുമ്പോൾ അത്ര അറിയുന്നുണ്ടായിട്ടില്ല. 2 വിസിൽ തന്നെ കാര്യം സെറ്റാവും. മട്ടാൻ്റെ പ്രശ്നം എന്തൊന്നും എനിക്കറിയില്ല. ഞാനും മട്ടാവും വി ആർ നോട്ട് ഇൻ ഗുഡ് ടേംസ്. ഈ സാധനത്തിൻ്റെ തിരിച്ചു വരവോടെ നമ്മൾ കിച്ചണിൻ്റെ കുറച്ച് സെറ്റപ്പൊക്കെ മാറ്റേണ്ട വന്ന് ഈ വക ഐറ്റംസ് എല്ലാം കുറച്ച് സൈഡായിപ്പോയി. പിന്നെ ഇത് ഇപ്പുറത്തെ സൈഡായിപ്പോയി. ഇവിടെ ഒന്നും കുറച്ച് സ്പേസ് ഇല്ല ശരിക്കും പറഞ്ഞാൽ. എൻ്റെ സ്റ്റുഡിയോ ആയതുകൊണ്ട് തന്നെ ആകെ ഇത്ര സ്പേസ് എൻ്റെ കിച്ചണുള്ളൂ. അപ്പം അതൊരു സങ്കടകരമായ കാര്യമാണ്. എനിക്കിങ്ങനെ വലിച്ചു വാരിയിട്ട് കുക്കാക്കാനൊന്നും പറ്റില്ല. ഞാൻ കുക്കിങ്ങിലേക്ക് കടക്കട്ടെ. ഞാൻ എൻ്റെ വിശപ്പിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കട്ടെ. ഈ 2-3 ഡേയ്സിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ അറ്റാച്ച് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ചു വന്ന് ഫ്രഷായി റെഡിയായി ഇരിക്കുമ്പോഴേക്കും നിങ്ങൾ ഈ വീഡിയോസൊക്കെ പറ്റുമെങ്കിൽ നോക്കിയിട്ട് വാ. പ്ലസ് അതിൻ്റെ കൂടെ പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. ബാക്കി ആർക്കെങ്കിലും നിങ്ങൾ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കും കൊണ്ട് ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കാനും മടിക്കരുത്. അപ്പോൾ നമുക്ക് നമ്മൾ 2-3 ഡേയ്സിൻ്റെ നാഷണൽ ഡേൻ്റെ ലീവിന് എന്തൊക്കെ ചെയ്തു എന്നുള്ള ആക്ടിവിറ്റീസും പ്രോഗ്രാംസിലേക്കും കിടക്കാം. ടു സ്റ്റാർട്ട് വിത്ത് നമ്മളെ ലീവിൻ്റെ ഫസ്റ്റ് ഡേ, അതായത് സാറ്റർഡേ, എനിക്ക് ലീവില്ല. എൻ്റെ ആൻറ്റിയും ഫാമിലിയെല്ലാം ഇത് കൽബക്ക് പോകാൻ പ്ലാൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ രാത്രിയെ എന്നോട് പറഞ്ഞ് നാളെ വരണം, വെറുതെ അവിടെ ചൊറിയും കുത്തിയിരിക്കണ്ട, നമ്മളൊന്നിച്ച് വാ, ഇന്തി ബിസി അല്ലേ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇന്തിയില്ലാതെ പോകാൻ ഭയങ്കര എന്തോ ഒരു മടിയും ബേജാറും പോലെയല്ലോ ആണ്. അതുകൊണ്ട് തലേ ദിവസം തൊട്ട് രാവിലെ വരെ ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ ഓരോ എക്സ്ക്യൂസസ് കണ്ടെത്തുന്നുണ്ട്. തലവേദന ഉണ്ടാ, വയറുവേദന ഉണ്ടാ, ലൂസ് മോഷൻ ഉണ്ടാവല്ലോ പറഞ്ഞിട്ട്. ലാസ്റ്റ് എൻ്റെ മടിയും കാര്യങ്ങളും എക്സ്ക്യൂസൊക്കെ തോറ്റു, ശാസ്ത്രം ജയിച്ചു. അങ്ങനെ ഞാൻ ഇപ്പോൾ റെഡി ആയിട്ട് ഓരോന്നിച്ച് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു 2:30 ടൈമെല്ലാം ആകുമ്പോൾ ആണ് നമ്മൾ ഷാർജയിൽ നിന്ന് വിട്ടത്. ആൻഡ് ഈ പോകുന്ന റൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷാർജ ദുബായിൻ്റെ എല്ലാം സിറ്റിസ്കേപ്സും ടൗണിൻ്റെ ആ ഒരു ലൈഫെല്ലാം വെച്ചിട്ട് വിടുന്നുണ്ടെങ്കിൽ ഫുജൈറ പിന്നെ കൽബ, ഈ ഷാർജ, ഈ റാക്ക്, ഈ ഏരിയ എല്ലാം നല്ലൊരു അടിപൊളി ഡെസ്റ്റിനേഷനും നല്ലൊരു സീനറൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ കേരളത്തിനും ഇന്ത്യനെല്ലാം കമ്പയർ ആക്കുന്ന സമയത്ത് ഒന്നുമല്ല. കാരണം കുറേ മൊട്ടയായിട്ടുള്ള മലകളും കുന്നും പൊടി ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം ആണ്.
പക്ഷേ ഇത് ഷാർജൻ്റെ ദുബൈയിലത്തെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു വെറൈറ്റിയാണ് എപ്പോഴും കാണുന്ന ഈ സിറ്റീസ്കേപ്പിനെക്കാട്ടിലും നല്ല തന്നെയാണ്. പക്ഷേ ഇതിലേ പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിങ്ങനെ വിചാരിക്കുന്നുണ്ടായ ഇതെല്ലാം ഒരു ഗ്രീനറി ആണെങ്കിൽ നമ്മൾ മൂന്നാറിനെല്ലാം വെല്ലില്ലേ. കാരണം എന്താ വെച്ചെങ്കിൽ അടുത്ത അപേക്ഷിച്ച് നോക്കുമ്പോൾ റോഡെല്ലാം നല്ല അടിപൊളിയല്ലേ. അങ്ങനെ നമ്മൾ ആദ്യം മാംഗ്രോവ് ലേക്കിലാണ് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ആക്കിയിട്ടുണ്ടായത്. പക്ഷെ ആടെ വെച്ചെങ്കിൽ ഈ ഒരു ലീവിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ ഭയങ്കര റഷാണ്. സോ നമ്മൾ ഡെസ്റ്റിനേഷൻ മാറ്റി നേരെ കൽബാലുള്ള ഹാങ്ങിങ് ഗാർഡനിലേക്ക് പ്ലാൻ ആക്കി. ആൻഡ് പോകുന്ന വഴിക്ക് വണ്ടിയിലിരുന്ന് ഇങ്ങനെ കളിച്ച് ഞാൻ പോലും അറിയാതെ റുബിക്സ് ക്യൂബിൻ്റെ ഒരു 3 സൈഡ് ഞാൻ സോൾവ് ആക്കിയിട്ടുണ്ട്. എങ്ങനെയെന്ന് എനിക്ക് തന്നെ അറിയില്ല. പോകുന്ന വഴിക്ക് നമ്മളൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഒരു പ്ലേസെല്ലാം നിർത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് നല്ല സൺസെറ്റ് എല്ലാം ഇങ്ങനെ ആവാനായിട്ട് നിൽക്കുന്നുള്ള ടൈമാണ്. അങ്ങനെ ഒരു 5:30 മണിയാകുമ്പോൾ ഹാങ്ങിങ് ഗാർഡൻസിൻ്റെ ഓപ്പോസിറ്റുള്ള കൽബ ലേക്കിൽ നമ്മളെത്തി. അവിടെ ആണെങ്കിലും ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. മേ ബി മിക്കവാറും നമ്മളെ പോലെ തന്നെ മാംഗ്രോവിന്ന് ഉൾട്ട വന്ന ആൾക്കാരായിരിക്കും. ആൻഡ് ആ ടൈമിൽ അവിടെ നല്ല തണുപ്പും, കാരണം UAE ഇപ്പോൾ തണുപ്പെല്ലാം സ്റ്റാർട്ടായല്ലോ. നമ്മൾ പോകുന്ന സമയത്ത് തന്നെ പൊടിക്കാറ്റും കാര്യമെല്ലാം ഉണ്ടായിന്. ആൻഡ് അവിടെ എത്തുമ്പോൾ വേറെ തന്നെ ഒരു അറ്റ്മോസ്ഫിയറാണ്. നല്ല തണുപ്പും കാറ്റും, പിന്നെ ആ വെള്ളം എന്ന് പറയുന്നത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ്. ആൻഡ് അതിൻ്റെ അകത്തുള്ള സംഭവം നന്നായിട്ട് കാണാൻ പറ്റുന്ന ആ ഒരു കൈൻഡ് ഓഫ്. ഇപ്പോൾ ആ ടൈമിൽ ആ മലനിരകൾ കൂടി പച്ച കളർ ആണെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. വേറെ ഒന്നും പറയേണ്ട ആവശ്യം വരട്ടിയില്ല. പിന്നെ അത് മാത്രമല്ല, കാറ്റ് എന്ന് പറഞ്ഞ ഒരു 1.5 കാറ്റാണ്. കാരണം വെള്ളത്തിൻ്റെ ആ ഒരു ബേസിൽ വരുമ്പോൾ ഭയങ്കര തണുപ്പും അതിൻ്റെ, പിന്നെ ഭയങ്കര കാറ്റാണ്ട് തന്നെ നിൽക്കുന്ന സമയത്ത് ഞാൻ തന്നെ പാറിപ്പോകുമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിന്. ആരും പേടിക്കേണ്ട, കാറ്റ് എത്രത്തോളം ശക്തിയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നെയാണ്. നമ്മൾ ബൈക്കിലെല്ലാം പോകുമ്പം വീഡിയോ എടുക്കുന്ന സമയത്ത് എങ്ങനെ ഉണ്ടാവും ആ ഒരു അറ്റ്മോസ്ഫിയറാണ്. പിന്നെ ആ ഒരു പ്ലേസിൻ്റെ എന്ന് വെച്ചെങ്കിൽ അപ്പുറത്തെ സൈഡ് കുറച്ച് പണിയെല്ലാം നടക്കുന്നതുകൊണ്ട് ആ ഒരു ഭംഗി എന്ന് പറയുന്നത് കുറച്ച് ആ എക്യുപ്മെൻസും കളിച്ചിട്ടെല്ലാം ഉള്ളതുകൊണ്ട് കുറച്ച് എന്നെ ബാധിക്കുന്നുണ്ട്. പക്ഷെ ആദ്യം എനിക്ക് വരണ്ടെന്ന് വിചാരിച്ചിട്ടുള്ളത്, ഞാൻ ശരിക്കും പറഞ്ഞാൽ വന്നിട്ടില്ലെങ്കിൽ അതൊരു മിസ്സാട്ടിയിരുന്നു. കാരണം എന്താ പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം കൽബാന്ന് നേരെ നമ്മൾ കോർഫക്കാൻ ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം അത് പറഞ്ഞാൽ നൈറ്റ് ഡെസ്റ്റിനേഷനാണ്. സോ ലേറ്റ് ആയെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല. പോകുന്ന വഴിക്കിൽ ചായ എല്ലാം കുടിച്ചിട്ടായിട്ട് മെല്ലെ പോയതാണ് നമ്മൾ. അപ്പോൾ ആ പോകുന്ന ടൈമിൽ ഇത് റോഡ് സൈഡെല്ലാം ഫുള്ള് ലൈറ്റും ഡെക്കറേഷൻ വർക്ക്സ് ഒക്കെ ആക്കിയിട്ട് UAEൻ്റെ ആ ഒരു തീമിൽ നല്ല ഉണ്ടായിരുന്നു കാണാൻ. ആ പോകുന്ന വഴിക്കെല്ലാം ഉള്ളത് എന്നെക്കൊണ്ട് പറ്റുന്ന അത്ര ഞാൻ എടുത്തിട്ടുണ്ട്. ആൻഡ് എനിക്ക് ശരിക്കും പറഞ്ഞെങ്കിൽ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത് എനിക്കൊരു ഇഷ്ടമല്ലാത്ത കാര്യമാണ് വീഡിയോയിൽ, കമാൻഡറി പറയുന്ന പോലെ. കാരണം അതിനെക്കാട്ടിലും ഒറിജിനാലിറ്റി ആയിരിക്കും നമ്മൾ ആ ടൈം തന്നെ എടുക്കുന്നുണ്ടെങ്കിൽ. പക്ഷേ പാട്ടെല്ലാം ഉള്ളതുകൊണ്ട് കോപ്പിറൈറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണമുകൊണ്ടാണ് ഞാനെല്ലാം സൈലൻ്റ് ആയിട്ടായിട്ട് ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത്. കോർഫക്കാൻ ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കോർഫക്കാനിലുള്ള വാട്ടർഫാൾ. പിന്നെ ഒരു ആംഫി തിയേറ്ററും കൂടി ഉണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ആംഫി തിയേറ്റർ. നമ്മൾ നേരെ യൂട്ടേൺ എടുത്തിട്ട് വന്നു, കുറച്ചുകൂടി അടുത്തുനിന്ന് നേരെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് വാട്ടർഫാൾ. ഇത് ആക്ച്വലി മാൻ മെയ്ഡ് എന്ന് തോന്നുന്നു, നാച്ചുറൽ അല്ല. കണ്ടിട്ട് എന്തായാലും നാച്ചുറൽ അല്ല. പിന്നെ UAEൻ്റെ പ്രത്യേകത അറിയില്ലേ, ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കും, അത്ര തന്നെയാണ്. പിന്നെ ഈ ഒരു സംഭവം, ഈ ഒരു ബീച്ച് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഈ ആരാധാൻ്റെ ഫ്രണ്ടിലുള്ള അതേപോലെ കണ്ടെയ്നേഴ്സും റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളെല്ലാം ആയിട്ട് നടക്കാനുള്ള റെയിൽസും ഇങ്ങനെയെല്ലാം ആണുള്ളത്. അല്ലാതെ കൂടുതലായിട്ടൊന്നുമില്ല. പിന്നെ ബോട്ടിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ബോട്ടിംഗ് എല്ലാം ഭയങ്കര ഇരുട്ടാണ്. കാരണം കടലിലൊന്നും ഒരു ലൈറ്റും കാര്യമൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല നല്ല തണുപ്പുമുണ്ട്. അപ്പോൾ ബോട്ടിങ്ങിനൊക്കെ പോയെങ്കിൽ ഐസായിട്ട് അവിടെ മരവിച്ച അവസ്ഥയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബോട്ടിങ്ങിനൊന്നും പോയിട്ടില്ല. പിന്നെ എന്താ പറയുക, ഈ ഒരു ടൈം ആകുമ്പോഴേക്ക് നല്ല ടയർഡായി. ഞാനാണെങ്കിൽ ഈ പകൽ ടൈമിൽ പുറത്തിറങ്ങാത്തൊരു തരം ജീവിയായതുകൊണ്ട് തന്നെ ഉച്ചക്കേ സ്റ്റാർട്ടായ ട്രിപ്പ് എന്നെ ഭയങ്കര ടയർഡാക്കി. എൻ്റെ ഹെഡ് ഏക്കെല്ലാം ട്രിഗർ ആക്കിയിട്ട് ഒരു സൈഡായിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ ഞങ്ങൾ ആയിരുന്നു ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിന് ഫുഡും കഴിച്ചിട്ടായിട്ട് അന്നത്തെ ഡേക്ക് ബൈ ബൈ പറഞ്ഞു. ആൻഡ് ഓൺ ദ സെക്കൻഡ് ഡേ, അതായത് സൺഡേ, അതായത് നെക്സ്റ്റ് ഡേ ആണ് 12 മണിയായ നാഷണൽ ഡേ ആയി. അപ്പോൾ ഈ ഒരു ടൈമിൽ എനിക്ക് പറഞ്ഞു പുറത്ത് പോകാൻ നമുക്ക് റെഡി ആയിക്കോന്ന് പറഞ്ഞിട്ട് രാത്രിയാണ് റെഡി ആയിട്ട് ഇറങ്ങുന്നത്. പിന്നെ അധികം ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഉള്ളൊരു കുട്ടിയായതുകൊണ്ട് തന്നെ ഇങ്ങനെ പിടിക്കേണ്ട വീഡിയോ ഞാൻ ആക്ച്വലി ഷോർട്സ് പോലെ ഇങ്ങനെ പിടിച്ചിട്ടായിരുന്നു എടുത്തത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോനെ നമ്മളെ വ്ളോഗിൻ്റെ ടൈപ്പിലായി കഴിഞ്ഞാൽ എൻ്റെ മൂക്കോ കണ്ണോ മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുക്കുന്നില്ല. ഡേ ഈവനിങ് ആകുമ്പോൾ തന്നെ നമ്മൾ ആരാധാൻ്റെ പുറത്തുള്ള റോഡാണെങ്കിലും പാർക്കിംഗ് സൈഡിൽ പോലും വരാൻ പറ്റാത്ത രീതിയിൽ അത്ര റഷായിട്ടാണുള്ളത്. ട്രാഫിക് കാരണം പിക്കാക്കാൻ വരെ വരാൻ പറ്റുന്നില്ല നമുക്ക്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് നടക്കുന്നതാണല്ലോ. ഗൈസ്, നമ്മൾ വരുന്ന സമയത്ത് നല്ല റഷ് റോഡെല്ലാം. പിന്നെ സ്വാഭാവികമായിട്ടും റഷ് തന്നെ ആയിരിക്കില്ല. കാരണം നാഷണൽ ഡേൻ്റെ തലേ ദിവസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 12 മണിയാകുമ്പം ഫുൾ ഫയർ വർക്ക്സും കാര്യമെല്ലാം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും റോഡിൽ തന്നെ. നമ്മളെ ഇത് താമസിക്കുന്ന നമ്മൾ പ്ലേസിൻ്റെ നമ്മളെ റൂമിൻ്റെ പുറത്ത് തന്നെ
ഫുള്ളും സ്റ്റിക്കേർഡ് ആയിട്ടുള്ള അങ്ങനത്തെ കാസും റേസിങ്ങും അതെല്ലാം ആയിട്ട് ശരിക്കും പറഞ്ഞെങ്കിൽ റെസിഡൻസിന് തന്നെ പാർക്കിങ്ങിൽ വരാൻ പറ്റുന്നില്ല. കാരണം പുറത്തുനിന്നുള്ള വണ്ടീൻ്റെ ഭയങ്കര സൗണ്ടും റേസിങ്ങും അതിൻ്റെ റഷ്യൽ തന്നെ, അതിൻ്റെ ട്രാഫിക്കിൽ തന്നെ. ഇപ്പം ആക്ച്വലി അവിടെ പോകണം എന്നുള്ളത് ഇതുവരെ ഡിസൈഡ് ആക്കിയിട്ടില്ല. നാട്ടിലത്തെ KMCCൻ്റെ ഫുട്ബോൾ മാച്ച് ഉണ്ട്. അപ്പം അതിൻ്റെ ലോഗോ പ്രകാശനത്തിന് എന്ന് പറഞ്ഞിട്ട് ഇപ്പം മിർദിഫിലേക്ക് വന്നിട്ടാണെന്നുള്ളത്. അപ്പം ഞാൻ ഉറപ്പുണ്ട് അതിന് പോസ്റ്റ് ആവുന്നുള്ള. അതുകൊണ്ട് മൂവിയും പിന്നെ ചോക്ലേറ്റ് എല്ലാം കയ്യിൽ കരുതിയിട്ട് ഫുള്ള് സന്നാഹങ്ങളോടെ തന്നെയാണ് ഞാൻ വന്നിട്ടുണ്ടത്. ഇനി ഒരു ഹാഫ് ആൻ അവേഴ്സ് എടുക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഡിസൈഡ് ആക്കണം അവിടെ പോകണം എന്നുള്ളത്. ഈ ഹോട്ടലിലാണ് എനിക്ക് പോയിട്ടുള്ള ഓരോ മീറ്റിംഗ് ഉള്ളത്. ഈ ഹോട്ടലിലാണ്. ഇതിൻ്റെ പാർക്കിങ്ങിൽ നിന്നെങ്കിൽ ഫുൾ എമിറേറ്റ്സും ബാക്കിയുള്ള ഫ്ലൈറ്റ്സും എല്ലാം താഴെ പോകുന്ന കാണാം. അപ്പോൾ എമിറേറ്റ്സിൻ്റെ ടെർമിനൽ ഇവിടെ തന്നെ അടുത്ത് തന്നെ തോന്നുന്നത്. അതാണ് താഴെ കൂടിയിട്ട് പോകുന്ന കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ മീറ്റിംഗ് കഴിഞ്ഞിട്ടായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് എൻ്റെ ഫ്രണ്ടും വൈഫും കൂടിയിട്ട് വിളിച്ചിട്ടായിട്ട് നമുക്ക് ദുബായ് ബുർജ് ഖലീഫയിൽ പോവാം, മീൻസ് ഫയർ വർക്ക്സ് ഉണ്ടാവുമല്ലോ, അത് കാണാൻ പോകാമെന്ന് പറഞ്ഞത്. പക്ഷേ നമ്മളെ ടൈം എന്തായാലും 10:30 എല്ലാം കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് എന്തായാലും നല്ല റഷ് ഉണ്ടാവും എന്നുള്ളത് കൊണ്ടും നമ്മൾ വേറെ ഡെസ്റ്റിനേഷൻ പരുതുന്നതാണുള്ളത്. പക്ഷേ ഓരോ ഷാർജയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ടൈം കൊണ്ട് ഒരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ജ്യൂസ് വാങ്ങാൻ വേണ്ടി എനിക്ക് പോയിട്ടുണ്ട്. ഞാൻ കാറിലിരുന്നിട്ട് ഇങ്ങനെ പാട്ടെല്ലാം കേട്ട് ചില്ലാക്കുന്നുണ്ട്. അപ്പോൾ നൈറ്റത്തെ ഡെസ്റ്റിനേഷനായിട്ട് നമ്മൾ സെലക്ട് ആക്കി ലാസ്റ്റ് എത്തിയത് ഗ്ലോബൽ വില്ലേജിലേക്ക്. അപ്പോൾ എത്തിയത് 1 മണി ടൈമിൽ. വീക്കെൻഡ് ഡേയ്സിൽ ഗ്ലോബൽ വില്ലേജ് 2 മണി വരെ ഉണ്ടാവും എന്നുള്ളതാണ് ആകെ ഒരു ആശ്വാസം. നമ്മൾ ഹോൾ വേൾഡ് ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇത്രയുള്ള പവലിയൻസ് ഫുള്ളും ചുറ്റി കാണാൻ നമുക്ക് കിട്ടുന്ന ടൈം 1 മണി ഒരിക്കലും പോസിബിൾ അല്ല. പക്ഷേ ഈ ടൈമിൽ ഇത്ര അലൈവ് ആയിട്ടുള്ള ഒരു പ്ലേസ് എന്ന് പറയുന്നത് ഗ്ലോബൽ വില്ലേജ് മാത്രം ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തത്. പിന്നെ ഇതിൻ്റെ ഒരു കസിനും കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇവിടെ തായ്ലൻഡ് പവലിയനിലും എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാം ഒന്ന് കാണാം, പിന്നെ നമുക്ക് ഇവിടുന്ന് കുറച്ച് ഫുഡൊക്കെ കഴിക്കാം, അങ്ങനെയെല്ലാം വിചാരിച്ചിട്ടാണ് ഇപ്പം പോവാന്ന് പ്ലാൻ ആക്കിയത്. എന്തായാലും ആ കാണുന്നതാണ് നമ്മുടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ബാങ്കോക്കിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് അല്ല, UAE ഗ്ലോബൽ വില്ലേജിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. പക്ഷേ അതിലെ കൂടി നമുക്ക് ഇപ്പോൾ പോകാൻ പറ്റില്ല. കാരണം ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നമ്മൾ 2 മണി എന്ന് വരുന്ന ആ സമയമില്ലേ, അത് അവിടെ തന്നെ തീർന്നോളും. അതുകൊണ്ട് നമ്മൾ നേരെ ഡൈവേർഷൻ എടുത്തു. ആൻഡ് ഈ ലെഫ്റ്റ് കാണുന്നതാണ് ഇന്ത്യൻ പവലിയൻ. ഞാൻ ആക്ച്വലി ഗ്ലോബൽ വില്ലേജിൽ നിന്ന് വാങ്ങാനുള്ള ഐറ്റംസ് ഒക്കെ ഒരു ലിസ്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ റഷിൽ പോകുന്നതുകൊണ്ട് തന്നെ ഒന്നും വാങ്ങാൻ പറ്റില്ല. ഒരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ഇപ്പം നമ്മളിവിടെ ലുക്കിമാത്ത് വാങ്ങാൻ വേണ്ടി നിന്നിട്ടുള്ളതാണ്. ആക്ച്വലി അറബികൾ തന്നെ ഉണ്ടാക്കുന്ന ലുക്കിമാത്താണ് അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. 4 ഫ്ലേവേഴ്സ് ഉള്ള മിക്സ് ആയിട്ടുള്ളതാണ് നമ്മളിപ്പോൾ വാങ്ങിയതെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം അതിൻ്റെ നോർമലായിട്ട് ഡേറ്റ് സിറപ്പൊക്കെ ഒഴിച്ചിട്ടുള്ള ആ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മെയിൻലി ഫോക്കസ് കൊടുത്തത് അത് മാത്രമാണ്. പിസ്താഷ്യോ ക്രീമുള്ള ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് നമ്മുടെ സ്റ്റേജിൽ കാണുന്ന ഐറ്റം എന്ന് പറയുന്നത് തായ്ലൻഡ് സ്പെഷ്യൽ മാംഗോ സ്റ്റിക്കി റൈസ്. നല്ല സ്റ്റിക്കി റൈസും കോക്കനട്ട് മിൽക്കും നല്ല റൈപ്പനായ മാംഗോവും എല്ലാം ഇട്ടിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാം മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ അത് അടിപൊളി ടേസ്റ്റ്. നമ്മൾ ലാസ്റ്റാണ് പോയതുകൊണ്ട് തന്നെ ആകെ ഒറ്റ പീസ് ബാക്കി ഉണ്ടായിരുന്നു. ഞാൻ പല യൂട്യൂബ് ഷോർട്സിലും ഇത് തായ്ലൻഡിൽ പോയിട്ട് തന്നെ കഴിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് കഴിച്ചു നോക്കുന്നത്. ആൻഡ് ഇത് കുറച്ച് കഴിക്കുമ്പോഴായിരിക്കും ശരിക്കും ടേസ്റ്റ്, കുറേ കഴിക്കുമ്പോൾ നമുക്ക് മടുപ്പ് വരുമായിരിക്കും. അങ്ങനെ നമുക്ക് അനുഭവിച്ച് തന്നിട്ടുള്ള 1 മണിക്കൂർ ടൈം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഗ്ലോബൽ വില്ലേജ് പോലെയുള്ള പ്ലേസസിൽ ഈ 1 hour ഒന്നും ഏടെ നമുക്ക് അറിയാനില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്ര പെട്ടെന്ന് തീർന്നതിൽ അതിശയിക്കാനൊന്നുമില്ല. നമ്മൾ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ ഇരുന്നിട്ട് സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ച സമയത്ത് അത്യാവശ്യം ടൈം അവിടെ തന്നെ നമുക്ക് പോയിന്. പിന്നെ ലുക്കിമാത്ത് വെയിറ്റ് ആക്കിയിട്ട് 15 minutes അവിടെയും പോയിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് നമുക്ക് കിട്ടിയ പണി എന്തെന്ന് വെച്ചെങ്കിലില്ലേ, ഗേറ്റ് മാറിപ്പോയി. നടന്ന് പാർക്കിംഗ് ലോട്ടിൽ എത്തുമ്പോൾ നമ്മൾ പോയ പാർക്കിംഗ് അതല്ല എന്ന് മനസ്സിലായത്. പിന്നെയും കുറേ നടന്നിട്ടായിട്ട് നമ്മളെ ഗേറ്റിൽ ലാസ്റ്റ് എത്തി. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് പോയതുകൊണ്ട് തന്നെ നമുക്ക് നടക്കാൻ പറ്റുന്ന ടൈപ്പുള്ള ചെരുപ്പും ഷൂസൊന്നും അല്ല നമ്മൾ ഇട്ട്. അതിൻ്റെ ഒരു കഷ്ടപ്പാട് നന്നായിട്ട് അനുഭവിച്ചു. ആൻഡ് നമ്മളെ 3rd ഡേ, അതായത് നാഷണൽ ഡേൻ്റെ അന്ന് നൈറ്റ് തന്നെയാണ് ഇന്നും നമ്മൾ പുറത്തിറങ്ങുന്നത്. ഇന്ന് നമുക്ക് അല്ലെങ്കിലും എവിടെയും പോകാനുള്ള പ്ലാനിങ് ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇറങ്ങുന്ന സമയത്ത് ഷോർട്സിന് വേണ്ടിയിട്ട് കുറച്ച് കട്ട്സ് എടുത്തു എന്നല്ലാതെ
പ്രോപ്പർ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ത്യക്ക് റോളൊക്കെ പോകാനും എനിക്ക് മെഗമാളിൽ പോകാനുള്ള ആവശ്യം ഉണ്ടായിരുന്നു. ഇന്ത്യൻ്റെ വാച്ചിൻ്റെ സ്ട്രാപ്പ് മാറ്റാൻ ഞാൻ മെഗമാളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാനും പോകാനുണ്ടായിന്. സോ അങ്ങനെയാണ് മെയിൻലി ഇന്ന് നമ്മൾ പുറത്തിറങ്ങാനായത്. നമ്മൾ പോയിട്ട് റിട്ടേൺ വരുമ്പോഴേക്ക് ഈടെ കണ്ട കാഴ്ച എന്ന് പറയുന്നൊരു വേറെ തന്നെ ടൈപ്പായിരുന്നു. ലാസ്റ്റ് ഡേ ഞാൻ പാർക്കിങ്ങിൽ വരെ വരാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നടന്നിട്ട് റോഡിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ, അതിനെക്കാട്ടിലും കടയായ അവസ്ഥയാണ്. ഫുള്ള് റോഡും നിറഞ്ഞു നിന്നിട്ടുള്ള വണ്ടിയും പിന്നെ റഷ് എന്ന് പറഞ്ഞെങ്കിൽ ഒന്നും പറയണ്ട. പക്ഷെ ആദ്യമായിട്ടാണ് റഷ് നമ്മളിങ്ങനെ ആസ്വദിക്കുന്നത്. എല്ലാവരും വൈബ് എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. പാർട്ടി സ്പ്രേ അടിക്കുന്നത്, ഫോം സ്പ്രേ അടിക്കുന്നത്, എല്ലാവരും കൂടി ഹോൺ അടിക്കുന്നത്, വെച്ചും സൗണ്ടിൽ പാട്ട് വെക്കുന്നത്, എല്ലാം കൂടി മിക്സ് ഓഫ് ഇമോഷൻസ്. അതിൻ്റെ ഇടയിൽ പോലീസൊക്കെ ഉണ്ട് അവിടെ കൈകെട്ടി നിന്നിട്ട്. കാരണം ക്രൗഡ് അക്രമാസക്തമാണ്ടാന്നുള്ള രീതിയിൽ നിൽക്കുന്നതേ ഉള്ളൂ, അല്ലാതെ കൺട്രോൾ ചെയ്യുന്നൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഓരോ റോഡെല്ലാം അടച്ചിട്ടിട്ടായിട്ട് ഇങ്ങനെ നമ്മളെ ഡൈവേർട്ട് ചെയ്യുന്നുണ്ട്. പോയ കാര്യം നേരെ മര്യാദയ്ക്ക് കഴിച്ചു കൂട്ടിയിട്ടായിട്ട് മര്യാദയ്ക്ക് റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ച ഞാനും നിത്യമാണ്. ഇത് കണ്ടപ്പോൾ അതേ അവരുടെ വൈബിലൂടി നമ്മൾ മിക്സ് ആയിട്ട് കൂടി. നമ്മൾ രണ്ടാളും നല്ല നീറ്റായിട്ട് ആരെയും ഉപദ്രവിക്കാതെ ഫോം സ്പ്രേ ഒന്നും അടിക്കാതെ പോയിട്ടുണ്ട്. നമ്മളാരും അറ്റാക്ക് ആക്കിയിട്ടില്ല. 2 കുഞ്ഞോള് മാത്രമാണ് നമ്മൾ ഫോം സ്പ്രേ എടുത്തിട്ട് അടിച്ചത്. അത് ഇന്ത്യ തന്നെ എന്നെ അടിപ്പിക്കാൻ വേണ്ടിയിട്ട് വേണമെന്ന് വെച്ചിട്ട് കൈക്കൂലി കൊടുത്ത് ചെയ്യിച്ചതാണ്. ദിസ് ടൈം ഓവറോൾ നമുക്ക് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് ആരാധന നാഷണൽ ഡേക്ക് കിട്ടിയത്. ആൻഡ് കുറേ നടന്നല്ല കുറേ കറങ്ങിയ സമയത്ത് പിന്നെ നമുക്ക് ബോറടിച്ചു. കാരണം ഓരോരോ വൈബിലെന്തെങ്കിലും നമുക്ക് എത്താൻ പറ്റില്ലൊന്നുമില്ല. പിന്നെ ഓൾറെഡി നല്ല ഹെഡ് ഏക്കും ഉണ്ടായിരുന്നു, കുറേ സൗണ്ടും ഇങ്ങനെ ഭയങ്കര റഷെല്ലാം കേട്ടിട്ട്. പിന്നെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം റൂമിൽ പോയി എന്തെങ്കിലും കഴിച്ച് കിടന്നിറങ്ങാമെന്ന് വിചാരിച്ചിട്ട് പോരാത്തതിന് ഒരു 2 മണിയെല്ലാം ആകുമ്പോൾ എന്താക്കിയെന്ന് വെച്ചെങ്കിൽ പോലീസ് ഓരോ പ്ലേസ് ആയിട്ട് കാറ് വെച്ചിട്ട് ബ്ലോക്ക് ആക്കാൻ തുടങ്ങി. കാരണം ഈ ക്രൗഡ് കുറേ ആയിട്ട് എല്ലാവരും പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓരോ റോഡായിട്ട് ക്ലോസ് ചെയ്തു. പിന്നെ നമ്മൾ കുറേ സമയം നിൽക്കാതെ നേരെ റൂമിലോട്ടേക്ക് വന്നു. സോ ഗായ്സ്, 2-3 ദിവസത്തെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് വന്ന സ്ഥിതിക്ക് വെൽക്കം ബാക്ക് ടു ദി പ്രസൻറ്റ് ഡേ. ഇന്നിപ്പം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നിങ്ങൾ വീഡിയോയെല്ലാം കണ്ടിട്ടിരിക്കും ഞാൻ ഫുഡെല്ലാം കഴിച്ച് നല്ല ഫ്രഷെല്ലാം ആയിട്ട് വരാമെന്ന്. അപ്പം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഗ്രോസറിക്കും പിന്നെ നമ്മളെ പെർഫ്യൂമൊക്കെ കുറച്ച് തീർന്ന ഷോപ്പിലെല്ലാം കുറച്ച് കൊടുക്കാനെല്ലാം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ കഴിഞ്ഞാണ്. ലേറ്റായി ശരിക്കും പറഞ്ഞെങ്കിൽ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇറങ്ങുന്നതാണ്. ഒരു കയ്യവത്തെന്നാണ് കേക്കാക്കുന്ന ബട്ടർ പേപ്പർ എടുത്തിട്ട് ഞാൻ എയർ ഫ്രയറിൽ വെച്ചിപ്പോൾ ബാക്കിയുള്ള ഫിഷ് നമ്മൾ മാറിനേറ്റ് ആക്കിയത് ഇപ്പോൾ രാത്രിയേക്ക് എയർ ഫ്രൈ ചെയ്യാൻ പോകുന്നതാണ്. എനിക്ക് ആക്ച്വലി പുറത്ത് പോകാനുണ്ട്. ഞാൻ റെഡിയാകുന്ന സമയത്ത് ഇത് റെഡിയാകുന്ന സമയം കൊണ്ട് ജസ്റ്റ് ഒന്ന് ഫിഷ് ഇടാലോ എന്ന് വിചാരിച്ചാണ്. കാരണം വരുമ്പോഴേക്കും ടൈമർ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത് ഓഫ് ആയിക്കോളും, പ്രോബ്ലം ഇല്ല. കുറേ ഒന്നും വെക്കുന്നില്ല, ഒരു 10 മിനിറ്റേക്ക് വെച്ചിട്ടായിട്ട് വന്നിട്ടായിട്ട് ബാക്കി ഒരു ഭാഗം മറിച്ചിടാമെന്ന് വിചാരിച്ചാണ്. ഒരു ടൈം കൊണ്ടാവുമല്ലോ. ഇത് വെച്ചിട്ട് പോയില്ലെങ്കിൽ ഇപ്പോൾ പൊടിപൊടിയാക്കില്ല. ഇന്ത്യ ഇപ്പം വെയിറ്റ് ആക്കിയിട്ട് നിൽക്കുന്നുണ്ട് താഴെ, അതുകൊണ്ട് നമുക്ക് വേഗം പോകാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇറങ്ങുമ്പോഴൊക്കെ നമ്മൾ എയർ ഫ്രയറിൽ സെറ്റായി 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി വന്നിട്ടായിട്ട് അടുത്ത സൈഡ് ഇടാം. നവംബർ 14 12 ഡിസംബർ എടുക്കാണ്ട് അന്ന് നമുക്കൊന്ന് അടിക്കാനുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എന്താ ഓർമ്മ വരുന്ന മറ്റേ ഇന്നസെന്റ് പറയുന്നില്ലേ കിൽക്കത്തിലത്തെ സീന്. പിന്നെ ഇൻഷാല്ലാ അടുത്ത കൊല്ലം ഒന്നും അടിക്കാം. 2 കാറുണ്ട് ഇപ്പൊ അടിക്കാൻ. 2-0 എന്തായാലും അടിക്കും. സെയിലാക്കുന്ന അല്ല യൂസ് ആക്കുന്ന അത് പിന്നെ അതടിക്കുന്നവന് തീരുമാനിക്കുമല്ലേ. നീ ടെൻഷൻ ആക്കണം. അങ്ങനെ ഗ്രോസറി ഷോപ്പിങ്ങും പെർഫ്യൂം കൊടുക്കലും എല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഇപ്പോൾ റിട്ടേൺ പോകുന്നത് 12:30 ആയി സമയം. നേരത്തെ കിടക്കണമെന്നല്ല വിചാരിച്ചിട്ടാണ് ഉണ്ടായത്. ഡിന്നറും ലേറ്റായി. ഡിന്നർ ഉണ്ടാക്കിച്ചു. സാലഡ് ആക്കാനുണ്ട് പോയിട്ട്. ഫിഷ് ഒരു സൈഡ് കൂടി ഫ്രൈ ആക്കാനുണ്ട്. Coffee.